നാരായണീയം ദശകം 4 11-ാമത്തെ ശ്ലോകം. അഗ്നിവാസര വളക്ഷപക്ഷകൈഃ ഉത്തരായണജുഷാച ദൈവതൈഃ പ്രാപിതാഃ രവിപദം ഭവത്പരാഃ മോദവാൻ ധ്രുവപദാന്തം ഈയതേ. ഭവത്പരഃ അവിടത്തെ മുഖ്യമായി സേവിച്ച യോഗി. അഗ്നിവാസര വളക്ഷപക്ഷകൈഃ അഗ്നി, പകൽ സമയം, ശുക്ലപക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്നവയും ഉത്തരായണ ജുഷാച ദൈവതൈഃ ഉത്തരായണ കാലാധിഷ്ഠിതങ്ങളും ആയ ദേവതകളാൽ രവിപദം പ്രാപിതഃ സൂര്യലോകം പ്രാപിക്കപ്പെട്ടവനായി മോദവാൻ ദിവ്യാനന്ദം അനുഭവിക്കുന്നവനായിട്ട് ധ്രുവപദാന്തം ഈയതേ ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു. ക്രമമുക്തിക്ക് അർഹനായി തീർന്ന യോഗിയായ ഭക്തനെ അഗ്നി, പകൽ, ശുക്ലപക്ഷം, ഉത്തരായനം ഇവയുടെ അധിഷ്ഠാതാക്കളായ ദേവന്മാർ സൂര്യലോകത്തേക്ക് നയിക്കുന്നു. അതാത് ലോകങ്ങളിൽ ചെന്ന് അവിടെയുള്ള സുഖങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ധ്രുവലോകത്തിൽ എത്തുന്നു. ഭക്തൻ ഈ ലോകങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും വസിക്കുമ്പോഴും ഭഗവാനെ അനന്യമനസ്സായി ധ്യാനിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അഗ്നിവാസരവളർക്ഷപക്ഷകൈ ഉത്തരായണജുഷാച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. 12-ാമത്തെ ശ്ലോകം. ആസ്ഥിത അധ മഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണ അർദ്ധ്യതേ ഈയതേ ഭവതുപാശ്രയം തഥാ വേധസ പദം അധഃ പുരാ ഏവ വാ. അധ മഹരാലയേ ആസ്ഥിതഃ ധ്രുവപദ പ്രാപ്തിക്ക് ശേഷം മഹർലോകത്തിൽ സുഖമായി വസിക്കുന്നവനായിട്ട് യഥാ ശേഷവക്ത്ര ദഹനോഷ്മണ അർദ്ധ്യതേ എപ്പോൾ അനന്തന്റെ മുഖത്തിൽ നിന്നുയരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നുവോ അപ്പോൾ തഥാ ഭവതുപാശ്രയഃ അപ്പോൾ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ച് വേധസഃ പദം ഈയതേ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. വാ അധഃ പുരാ ഏവ അതായത് അഥവാ ശേഷവദനാഗ്നി പീഠയ്ക്ക് മുമ്പ് തന്നെ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. അനന്തരം നിന്തിരുവടിയുടെ ഭക്തൻ വളരെ കാലം മഹർലോകത്തിൽ വസിച്ച് അവിടെ ആദിശേഷന്റെ വിഷജ്വാല വ്യാപിക്കുന്ന സമയം വരുമ്പോൾ ബ്രഹ്മദേവന്റെ അധിഷ്ഠാനമായ സത്യലോകത്തിൽ ചെന്നു ചേരുന്നു. ചിലപ്പോൾ ഭഗവാന്റെ പ്രസാദം നിമിത്തം അതിനു മുമ്പ് തന്നെ ബ്രഹ്മലോകം പ്രാപിക്കുകയും ചെയ്യുന്നു. ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആസ്ഥിതോധമഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണാർദ്ധ്യതേ ഈയതേ ഭവതുപാശ്രയസ്തഥാ വേധസഃ പദമധഃ പുരൈവ വാ.